ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ലോഹപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് ഹിന്ദു മാരേജ്, അതുപോലെ തന്നെ മാട്രിമോണിയൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഹിന്ദു മാരേജുമാണ്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് മാരേജ് അണ്ടർ ഹിന്ദു ലോയിൽ നമുക്ക് എന്താണ് ഡെഫിനിഷൻസ് ഓഫ് ഹിന്ദു മാരേജ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു രഘുനന്ദൻ, ദാറ്റ് acceptance of bride as his wife by the bridegroom in a gift by her parents is defined as marriage. അതായത് രഘുനന്ദൻ എന്ന് പറയുന്ന ഒരു ലീഗൽ സ്കോളറുടെ അഭിപ്രായത്തിൽ ഹിന്ദു മാരേജ് എന്ന് പറയുന്നത് ബ്രൈഡിനെ ബ്രൈഡ് ഗ്രൂമിന് ബ്രൈഡിൻ്റെ ഫാദേഴ്സ് അല്ലെങ്കിൽ പാരൻസ് ഫാദറോ മദറോ ആയിക്കോട്ടെ അവർ ബ്രൈഡിനെ ഗിഫ്റ്റായിട്ട് ബ്രൈഡ് ഗ്രൂമിന് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹിന്ദു ലോ പ്രകാരം മാരേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേച്ചർ ഓഫ് ഹിന്ദു മാരേജ് നോക്കുകയാണെങ്കിൽ ഹിന്ദു മാരേജ് ഈസ് എ സാക്രമെൻറ്റ്, നോട്ട് എ കോൺട്രാക്ട്. നമ്മൾ ഹിന്ദു മാരേജിനെ ഒരു സാക്രമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ ഒരു കോൺട്രാക്റ്റ് ആയിട്ട് എവിടെയും കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു മാരേജ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് നെസസിറ്റിയാണ്. ഒരു ഫിസിക്കൽ ലക്ഷറി കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ബ്രൈഡിൻ്റെയോ ബ്രൈഡ് ഗ്രൂമിൻ്റെയോ വെൽത്ത് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല ഹിന്ദു മാരേജിനെ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ റിലീജിയസ് പരമായിട്ട് എന്തായാലും നടക്കേണ്ട ഒരു പ്രോസസ്സായിട്ടാണ് ഹിന്ദു മാരേജിനെ കൺസിഡർ ചെയ്യുന്നത്. മാരേജ് അക്കോർഡിംഗ് ടു ശാസ്ത്ര ഈസ് എ ഹോളി സാക്രമെൻറ്റ് ആൻഡ് എ ഗിഫ്റ്റ് ഓഫ് ദ ഗേൾ. അതായത് ശാസ്ത്രാസ് പ്രകാരം നമ്മൾ മാരേജിനെ ഒരു ഹോളി സാക്രമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗേളിനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കന്യാദാനം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മാരേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു റിലീജിയസ് സെറമണീസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ സപ്തപതി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി നടക്കേണ്ടതുണ്ട്. സപ്തപതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗ്നിക്ക് ചുറ്റും 7 പ്രാവശ്യം വലം വയ്ക്കുക എന്നുള്ളതാണ്. ഈ 7 പ്രാവശ്യം അഗ്നിസാക്ഷിയായിട്ട് വലം വയ്ക്കുന്നതോടുകൂടാണ് ഹിന്ദു മാരേജ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷെ നിലവിലിപ്പോൾ അത് 7 പ്രാവശ്യം വലം വയ്ക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിട്ടില്ല. പക്ഷെ 3 പ്രാവശ്യമൊക്കെ ആണ് ഇപ്പോൾ സാധാരണയായിട്ട് ഹിന്ദു മാരേജിൽ നമ്മൾ അഗ്നിസാക്ഷിയായിട്ടൊക്കെ വലം വയ്ക്കാറുള്ളത്. ആ ഒരു പ്രോസസ്സാണ് സപ്തപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിന്ദു മാരേജ് ടൈ കംസ് ഇൻ ടു എഫക്ട് ബിറ്റ്വീൻ എ മെൻ ആൻഡ് വുമൺ, പനിഗ്രഹണ മന്ത്ര, സപ്തപതി, മംഗൾസൂത്ര ആൻഡ് കന്യാദാന. അതായത് പനിഗ്രഹണ മന്ത്ര, സപ്തപതി, മംഗൾസൂത്ര ധാരണ, കന്യാദാന, ഇതൊക്കെ ഹിന്ദു മാരേജിൽ നടക്കുന്ന പ്രോസസ്സാണ്. പനിഗ്രഹണ മന്ത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോമം ചെയ്യുമല്ലോ, ആ ഒരു പ്രോസസ്സിനെയാണ് പനിഗ്രഹണ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്തപതി നമ്മൾ നേരത്തെ പറഞ്ഞു, അഗ്നിസാക്ഷിയായിട്ട് 7 പ്രാവശ്യം വലം വയ്ക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മംഗൾസൂത്ര ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താലി കെട്ടുന്ന ആ ഒരു ഇതിനാണ് മംഗൾസൂത്ര ധാരണ എന്ന് പറയുന്നത്. കന്യാദാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താലി കെട്ട് കഴിഞ്ഞതിന് ശേഷം പെണ്ണിൻ്റെ അച്ഛനാണല്ലോ ഇത് ബ്രൈഡിനെ നമ്മൾ ബ്രൈഡ് ഗ്രൂമിന് കൈ പിടിച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് കന്യാദാന എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദു മാരേജിൽ വൈഫ് ഈസ് ഡിക്ലെയർ ടു ബി ദ ഹാഫ് ബോഡി ഓഫ് ഹസ്ബൻഡ്. അതായത് ഹസ്ബൻഡിൻ്റെ പാതിയായിട്ടാണ് ഭാര്യനെ കൺസിഡർ ചെയ്യുന്നത് ഹിന്ദു മാരേജ് പ്രകാരം. അപ്പോൾ നമുക്ക് മാട്രിമോണിയൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ അവിടെ ഹസ്ബൻഡിനായാലും വൈഫിനായാലും ഒരുപോലെ തന്നെ കുറച്ച് ഡ്യൂട്ടീസും റൈറ്റ്സും ഉണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഡ്യൂട്ടീസ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് ഹസ്ബൻഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ടു പ്രൊട്ടക്റ്റ് ഹിസ് വൈഫാണ്. രണ്ടാമത്തേത് ടു ഗിവ് ഹർ എ ഹോം. അതായത് സ്വന്തമായിട്ടൊരു വീടായാലും അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസിൻ്റെ വീടായാലും ഒരു വീട്, അവർക്ക് താമസിക്കാൻ ഒരു വീട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കംഫർട്ടും നെസസിറ്റി ഓഫ് ലൈഫും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഭാര്യയ്ക്ക് ഒരു കംഫർട്ടായിരിക്കണം ആ വീട്ടിൽ. പിന്നെ അവളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ ടു ഹോണർ ദ വൈഫ്, നോട്ട് കമ്മിറ്റ് അസോൾട്ട് ഓർ ബാറ്ററി. അതായത് ഭാര്യയ്ക്കെതിരായിട്ടൊരു അസോൾട്ടോ ബാറ്ററിയോ ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ഹസ്ബൻഡിൽ വരുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഡ്യൂട്ടീസ് ഓഫ് വൈഫ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്നത് ടു അറ്റൻഡ് നീഡ് ഓഫ് ഹെർ ഹസ്ബൻഡ്. അതായത് ഹസ്ബൻഡിൻ്റെ റിലീജിയസ് പരമായിട്ടുള്ള നീഡ്സ് ആയാലും അല്ലാതെയുള്ള നീഡ്സ് ആയാലും ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി ഭാര്യ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഭാര്യയുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഷോ ഒബീഡിയൻസ് ആണ്. അതായത് ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ ഒബെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഭാര്യയുടെ രണ്ടാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. പിന്നെ ഭാര്യയ്ക്ക് എതിരായിട്ട് ഈ ഹസ്ബൻഡ് ക്രൂവാലിറ്റിയോ അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റോ ഒന്നും പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ നന്നായിട്ട് അവർ ഒരു എന്താ പറയുക, നമ്മളൊരു
ഹസ്ബൻഡും വൈഫും ആയിട്ടൊരു നല്ല രീതിയിൽ തന്നെ ജീവിച്ച് പോവുക എന്നുള്ളതാണ് ഭാര്യയുടെ മൂന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് ഹിന്ദു ലോ പ്രകാരം പറയുന്നത്. ഇനിയുള്ളത് റൈറ്റ് ഓഫ് ഹസ്ബൻഡാണ്. എന്തൊക്കെയാണ് ഹസ്ബൻഡിന് കിട്ടുന്ന റൈറ്റ് എന്നാണ്. ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിന് എന്തൊക്കെ റൈറ്റാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കസ്റ്റഡി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൊസൈറ്റിക്കുള്ള റൈറ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും നമ്മൾ സെക്ഷൻ 9 ഓഫ് ഹിന്ദു മാരേജ് ആക്റ്റിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പറയുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ ഭാര്യനെ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഭർത്താവിനുണ്ട്. അത് നേരെ തിരിച്ച് ഭാര്യയ്ക്കും ഉണ്ട്. അപ്പോൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ വരുന്നത്. ഇനിയിപ്പം അങ്ങനെ പിണങ്ങി പോകണം തന്നെയല്ലേ. ഇപ്പോൾ ഭാര്യയുടെ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭാര്യ പുറത്ത് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭാര്യനെ തിരിച്ച് വിളിക്കാം. പക്ഷെ അത് ഭാര്യയ്ക്കില്ല. അതായത് ഭർത്താവ് എന്തെങ്കിലും ജോലി ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിട്ട് ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് വിളിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഭർത്താവിന് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൊസൈറ്റിയിൽ വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റും സെയിം തന്നെയാണ്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് രണ്ടാമത്തെ പോയിന്റിലും പറയുന്നത്. ഇനി റൈറ്റ് ഓഫ് എ വൈഫ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഷീ ഹാസ് റൈറ്റ് ഫോർ മെയിൻ്റനൻസ്. അതായത് മെയിൻ്റനൻസിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇക്വാലിറ്റിക്കുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനുള്ള അവകാശമുണ്ട്. അതായത് പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇല്ലാതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഒരു കണ്ടീഷൻസ് ഒന്നും അല്ലാതെ ആണ്, വേറെ എന്തെങ്കിലും കാരണത്താലാണ് ഹസ്ബൻഡ് പോയിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തിരിച്ച് വിളിക്കാം. അതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഭാര്യയ്ക്കെതിരായിട്ട് ക്രൂവാലിറ്റിയോ ഇൻസൾട്ടോ അസോൾട്ടൊക്കെ നടത്തുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഡിവോഴ്സിനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ സെപ്പറേറ്റഡ് ആവുകയാണെങ്കിൽ കുട്ടികളെ വിട്ട് കിട്ടാനുള്ള അതിനുള്ള അവകാശവും ഭാര്യയ്ക്കുണ്ട്. അതാണ് വൈഫിൻ്റെ റൈറ്റ്സിൽ വരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഹിന്ദു മാരേജ് ആണ്. അതായത് ഏതൊക്കെ ടൈപ്പ് ഹിന്ദു മാരേജ് ആണ് നിലവിലുള്ളതെന്നാണ്. അതായത് 8 ഫോംസ് ഹിന്ദു മാരേജിനെ പറ്റിയിട്ടാണ് പണ്ട് കാലത്ത് നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതായത് 8 രീതിയിലുള്ള ഹിന്ദു മാരേജ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് യജ്ഞവൽക്ക സ്മൃതിയിൽ നിന്നും നാരദ സ്മൃതിയിൽ നിന്നും മനുവിൻ്റെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 8 ടൈപ്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 8 എണ്ണത്തിൽ 4 എണ്ണം മാത്രമേ ഹിന്ദു ലോ പ്രകാരം അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 4 എണ്ണം അപ്രൂവ് ചെയ്യാത്തതാണ്. അപ്പോൾ അപ്രൂവ്ഡ് ഫോം ഓഫ് മാരേജിൽ വരുന്നതാണ് ബ്രാഹ്മ, ദൈവ, ആർഷ, പ്രജാപത്യ എന്ന് പറയുന്നത്. ഇനി അൺഅപ്രൂവ്ഡ് ഫോമാണ് അസുര, ഗാന്ധർവ, രാക്ഷസ, പൈശാച്യ. അപ്പോൾ ഈ ഓരോ ഫോംസ് ഓഫ് മാരേജും എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അപ്രൂവ്ഡ് ഫോം ഓഫ് മാരേജസ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബ്രാഹ്മ ഫോം ഓഫ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ബ്രാഹ്മൺസിൻ്റെ ഇടയിലൊക്കെ നിലനിന്ന് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മാരേജ് തന്നെയാണ്. അതായത് ബ്രൈഡിനെ നമ്മൾ ബ്രൈഡിൻ്റെ ഫാദറിൻ്റെ മടിയിലിരുത്തിയിട്ട് ആണ് താലി കെട്ടുക. അങ്ങനെ ഒരു പ്രോസസ്സാണ്. അതായത് ബ്രൈഡിൻ്റെ ഫാദറിൻ്റെ മടിയിലിരിക്കുന്നു, എന്നിട്ട് അവിടുന്ന് താലി കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ബ്രാഹ്മ ടൈപ്പ് ഓഫ് മാരേജിൽ വരുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് ദൈവ ഫോം ഓഫ് മാരേജ് ആണ്. ഈ ദൈവ ഫോം ഓഫ് മാരേജിൽ പറയുന്നത് ബ്രൈഡിനെ പ്രീസ്റ്റിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അതായത് ആ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ ചെയ്യുന്ന പ്രീസ്റ്റ് ആരാണോ ആ പ്രീസ്റ്റിന് ബ്രൈഡിനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന പ്രോസസ്സാണ് ദൈവ ഫോം ഓഫ് മാരേജിൽ വരുന്നത്. ഇനി വരുന്നത് ആർഷ ഫോം ഓഫ് മാരേജ് ആണ്. ആർഷ ഫോം ഓഫ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ അത് ബ്രൈഡിൻ്റെ പാരൻസിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റായിട്ട് 2 കാളേനെയോ അല്ലെങ്കിൽ 2 പശുവിനെയോ ഗിഫ്റ്റായിട്ട്, അതായത് ബ്രൈഡിനെ തരുന്നതിന് പകരമായിട്ട് ബ്രൈഡിൻ്റെ ഫാദറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഒരു ഡൗറി റാദർ ദാൻ ഡൗറി ആയിട്ട് കൊടുക്കുന്നതാണ് ഈ 2 കൗവോ അല്ലെങ്കിൽ 2 ബുൾസിനെയോ ബ്രൈഡിൻ്റെ ഫാദറിനാണ് ബ്രൈഡ് ഗ്രൂം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് മാരേജ് ആണ് ആർഷ ടൈപ്പ് ഓഫ് മാരേജ് വരുന്നത്. ഇനി വരുന്ന ടൈപ്പ് ഓഫ് മാരേജ് എന്ന് വെച്ചാൽ പ്രജാപത്യ ടൈപ്പ് ഓഫ് മാരേജ് ആണ്. അതായത് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡിൻ്റെ പാരൻസിന് നമ്മൾ റിലീജിയസ് പരമായിട്ട് അവർ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എന്തായാലും
ഒരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട്, ആ ഒരു ഡ്യൂട്ടി നിലനിൽക്കുന്നത് കൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സോഷ്യൽ ഓർഡറിൻ്റെ ഭാഗമായിട്ട് മോളെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രജാപത്യ ടൈപ്പ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അൺഅപ്രൂവ്ഡ് ഫോം ഓഫ് മാരേജ് ആണ്. നമ്മൾ അപ്രൂവ്ഡ് ഫോം ഓഫ് മാരേജ് 4 പറഞ്ഞു. ഇനിയുള്ളത് അൺഅപ്രൂവ്ഡ് ഫോമാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് അസുര ഫോം ഓഫ് മാരേജ് ആണ്. അസുര ഫോം ഓഫ് മാരേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രൈഡിനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് ബ്രൈഡ് ഗ്രൂം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വെൽത്ത് ബ്രൈഡിൻ്റെ ഫാമിലിക്ക് കൊടുക്കുകയാണ്. ആ ഒരു ഫോം ഓഫ് മാരേജ് ആണ് അസുര ടൈപ്പ് ഓഫ് മാരേജിൽ വരുന്നത്. ഇനി വരുന്നത് ഗാന്ധർവ ടൈപ്പ് ഓഫ് മാരേജ് ആണ്. ഗാന്ധർവ ടൈപ്പ് ഓഫ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് അവരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്നത്, അതായത് ഫാമിലി ഒന്നും ഇൻവോൾവ് ചെയ്യാതെ നമ്മളിപ്പോൾ പറയുന്ന ലവ് മാരേജ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് മാരേജ് ആണ്. അത് ബ്രൈഡിനും ബ്രൈഡ് ഗ്രൂമും അവർ സ്നേഹിക്കുന്നു, അവരവരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്നു. ആ മാരേജിൽ ഫാമിലി ഇൻവോൾവ്ഡ് ആവുന്നില്ല. അതാണ് ഗാന്ധർവ ടൈപ്പ് ഓഫ് മാരേജ് വരുന്നത്. പിന്നെ വരുന്നത് രാക്ഷസ ടൈപ്പ് ഓഫ് മാരേജ് ആണ്. അതായത് നമ്മൾ ബ്രൈഡിനെ തട്ടിക്കൊണ്ടുപോവാണ്, കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്ന ഫോം ഓഫ് മാരേജ് ആണ് രാക്ഷസ ടൈപ്പ് ഓഫ് മാരേജ് വരുന്നത്. പിന്നെ വരുന്നത് പൈശാചിയ ഫോം ഓഫ് മാരേജ് ആണ്. പൈശാചിയ ഫോം ഓഫ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ അവളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം, അതായത് ഒന്നിക്കൽ മെൻ്റലി ഇൻക്യാപ്പബിൾ അല്ലാത്ത പെൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡോ അല്ലെങ്കിൽ ഇപ്പം ഒരു പെണ്ണ് ഉറങ്ങുകയാണെങ്കിൽ അവളുടെ കൺസെൻറ്റ് ഇല്ലാതെ അവളുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കുന്നതാണ് പൈശാചിയ ഫോം ഓഫ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡെഫിനേഷൻസ് ഓഫ് ഹിന്ദു മാരേജ് എന്താണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ രഘുനന്ദൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. അതിൽ ബ്രൈഡിന് ബ്രൈഡ് ഗ്രൂമിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹിന്ദു മാരേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നേച്ചർ ഓഫ് ഹിന്ദു മാരേജ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഹിന്ദു മാരേജിനൊരു ഹോളി സാക്രമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാട്രിമോണിയൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഹിന്ദു മാരേജ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. 8 ടൈപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ 4 അപ്രൂവ്ഡും 4 അൺഅപ്രൂവ്ഡും ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.